വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഇന്ന് ജൂലൈ 6 ഞങ്ങളുടെ ഇദ്രുക്കുട്ടൻ്റെ 4th ബർത്ത്ഡേ ആണ്. 4 കൊല്ലം, എൻ്റെ റബ്ബേ എത്ര പെട്ടെന്നാണ് പോയത്. ഞാനിപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈം ഭയങ്കര ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈമിലായിരുന്നു ഇദ്രു ഞങ്ങളുടെ ലൈഫിൽ വന്നത്, ഞങ്ങളുടെ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആയിട്ട്. ആൻഡ് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഞാൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് ഇക്കടുത്ത് ഷെയർ ചെയ്യുന്നതും അതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലും ഉണ്ട്. അവൻ ഇപ്പോൾ കിൻഡർഗാർട്ടനിൽ പോകാൻ തുടങ്ങി. അവൻ 4 വയസ്സായി. മാഷാ അല്ലാഹ്. എന്താ പറയണ്ടേ, എനിക്ക് എൻ്റെ പ്രഗ്നൻസി ജേർണീനെ കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ആദ്യത്തെ 3 months എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഫിഷ് ലവറാണ്. ആ ഫിഷൊക്കെ എനിക്ക് ആ സമയത്ത് കഴിക്കാനേ പറ്റുന്നില്ല. ദെൻ ഇറ്റ് വാസ് ഫൈൻ. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു, ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ കോംപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് എപ്പോഴും ടെൻഷനായിരുന്നു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കയറുമ്പോൾ എൻ്റെ BP ഷൂട്ടായി. അയ്യോ ഒന്നും പറയണ്ട, ഞാൻ ഭയങ്കര ഒരു പേടിച്ചതാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഈ 37 വീക്കൊക്കെ കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത സമയത്ത് ഇദ്രുവിൻ്റെ കഴുത്തിൻ്റെ ചുറ്റും കോഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമുക്ക് പെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട, ബേബി ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ C-സെക്ഷന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. പിറ്റേ ദിവസം ഇതേപോലെ എൻ്റെ C-സെക്ഷൻ കഴിയുന്നു. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഇദ്രുവിനെ അവർ നമ്മളെ അനസ്തീഷ്യക്ക് തന്ന് കിടത്തിയാലും നമുക്കൊരു ചെറിയ ഇതുണ്ടല്ലോ, എന്നെ ഇങ്ങനെ കുലുക്കി ഇദ്രുവിനെ എടുക്കുന്നതൊക്കെ എനിക്കിന്നും ഓർമ്മയുണ്ട്. അയ്യോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എനിക്കറിയാം നിന്നതാ ഇങ്ങനെയൊക്കെയാണ് എടുത്തതെന്നൊക്കെ ഞാനിങ്ങനെ ഇദ്രുവിൻ്റെ അടുത്ത് പറയാറുണ്ട്. അവനൊന്നും മനസ്സിലാവാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ ആ ഡോക്ടർ എന്നിട്ട് എൻ്റെ അടുത്ത്, ആൺകുട്ടിയാണ്, ഞാൻ ആ ക്ലോക്കിൽ ടൈം നോക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ്. സോ ദിസ് ഈസ് മൈ ഇദ്രുസ് 4th ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ഇൻട്രോ എടുക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു. ആൻഡ് ഞാൻ അതിന് ശേഷം ഇപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഇനിയും നമ്മുടെ ഇദ്രുവിൻ്റെ 4th ബർത്ത്ഡേ അങ്ങ് വിശേഷങ്ങൾ തുടങ്ങാം. സ്റ്റാർട്ടിങ് ഞാൻ എന്താണ് എൻ്റെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ നമുക്ക് ഡെക്കറേഷൻ ചെയ്യണം, ഇദ്രുവിനെ കിൻഡർഗാർട്ടനിൽ കൊണ്ടുവിടണം. എല്ലാം കൂടി ചെയ്ത് നമുക്ക് ഇദ്രുവിനെ തിരിച്ച് കിൻഡർഗാർട്ടനിൽ കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങൾ അവനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. സോ നിങ്ങളിരുന്ന് കാണുക, തീർച്ചയായിട്ടും അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞങ്ങളാണെങ്കിൽ ഇദ്രുവിൻ്റെ നാളെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇത്രയും ഗതികെട്ടൊരവസ്ഥ, ഇത്രയും നേരം മഴ പെയ്തില്ല. ഇപ്പോൾ ചന്നം മിന്നം മഴ ചാറിക്കൊണ്ടിരിക്കുന്നത്, എന്ത് കഷ്ടമാണടേ. ഈ 4 ഇതാണ് അവസ്ഥ. ആർ യു എക്സൈറ്റഡ് ഫോർ ടേക്കിംഗ് ഫോട്ടോസ്? എങ്ങനെ സ്മൈൽ ചെയ്തിരും? പ്ലാൻ പോലെ നടന്നാൽ ഇവൻ കോപ്പറേറ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസ്. സോ ഇപ്പോൾ ഇതാ നമ്മൾ വിസ്തുലയുടെ തീരത്ത് ഇതിനെ കുറച്ച് പിക്സ് എടുക്കാൻ വന്നതാണ്. എൻ്റെ പൊന്നോ, ഇറങ്ങാൻ നേരത്ത് മഴ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പ്ലാനൊക്കെ ഫ്ലോപ്പായി. ബട്ട് വി മേഡ് ഇറ്റ്. പണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഓർമ്മയുണ്ടായി, കയ്യിൽ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത്. അന്ന് ഇതൊരു ഭയങ്കര കുഞ്ഞായിരുന്നു. ഞാൻ ആ ഒരു ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ കൊടുക്കണം. അപ്പോൾ അതേ ഇദ്രുവാണ് വളർന്ന് 4 വയസ്സായി. ഹായ് പറഞ്ഞ ഇദ്രു. നമ്മളിതാ ഈ ഒരു ഫ്രെയിമിൽ വന്ന് ഫോട്ടോ എടുക്കാനാണ് വന്നത്. വിചാരിക്കുന്ന പോലെ നടന്നാൽ മതിയായിരുന്നു. ഈ സൈഡിൽ പോകണോ ഈ സൈഡിൽ പോകണോ? ക്രാക്കോ ആയി വേണോ? എനിക്കൊന്ന് ഈ സൈഡായിരിക്കും കുറച്ചുകൂടെ നല്ല. തന്നെ ഇറങ്ങിയേക്കാം പറ്റുമോ? സൂക്ഷിച്ച് അവസാനം ഞാൻ വന്ന് വീഡിയോ എടുക്കും. Are you happy? നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച ഫ്രെയിം, ലെറ്റ്സ് സീ. ആ ഫ്രണ്ടിലതല്ലേ ബാ മോനെ, വാട്ടർ പൊക്കൂടെ കേട്ടാ. ആണോ ബോട്ടറായിട്ട് എടുക്കാൻ വാപ്പിച്ച്? നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ആലോചിക്കാം. ഇത് കറക്റ്റാണ് ഈ പടി. വെയിറ്റ് 4. ഓക്കെ, വാപ്പച്ചി പറയുമ്പോൾ ടേൺ ചെയ്യണേ. ഇതൊരു ലുക്ക് 4 നേരം. Are you ready? 1 2 3 go. നമ്മുടെ പ്ലാൻ വീണ്ടും ഇതാക്കി മഴ തുടങ്ങി. ആകെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഇതിനെ. അങ്ങനെ വീണ്ടും മഴ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി നേരെ വീട്ടിൽ പോയി നമ്മുടെ നാളത്തെ കേക്കിന് പ്രിപ്പറേഷനൊക്കെ തുടങ്ങാം. ഇന്ന് ചെറിയ രീതിയിൽ ഫോട്ടോഷൂട്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇവിടെ പൊണാർക്കിൽ വന്ന് ഇതിൻ്റെ ഫേവറേറ്റ് ചിക്കൻ കഴിച്ചാണ്. ഇതൊരു ചിക്കൻ കൊള്ളാമോ? ആൻഡ് ഇന്ന് ഞങ്ങളിവിടെ പോപ്പോയ്സിന് ഈ ഒരു ന്യൂ ഫ്ലേവർ ട്രൈ ചെയ്ത്
ലൈം ആൻഡ് ഹാലപ്പീനോ ആണെന്ന് തോന്നുന്നു, ബട്ട് ഇറ്റ്സ് ഗുഡ്. നമ്മുടെ റെഗുലറിനേക്കാളും നല്ലൊരു ഫ്ലേവർ. ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ശേഷം വീണ്ടും ആ പ്ലേ ഏരിയയിലോട്ടൊന്ന് പോവാണ് ഞങ്ങൾ. എവിടെ പോകണം ഇതിരു? കളിക്കാൻ പോകണ. മോളൊക്കെ തുറന്നു വെക്കേണ്ടത്. ഇവരെന്തിനാണോ അത് സൺഡേ ഇത്? പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് റെസ്റ്റ് വേണോ? ബൈ. ഇവിടെ ഇരിക്കാ ചേട്ടാ, ഹവായിലാണോ? ഇത് മറ്റേ ഹോംലോ അങ്ങനെ എന്താ പറഞ്ഞാൽ അതിൻ്റെ പരസ്യമാണ് ഇവിടെ ഫുള്ള്. എങ്ങനെയുണ്ട് കിടക്കാൻ? പൊക്കമുള്ളവർക്ക് പറ്റില്ല. ഇതിലും ഇവിടെ 7 മണി വരെ ഉള്ളത്. ഇതിനകത്ത് നിറയെ പിള്ളേർ. എങ്ങനെ ഉറപ്പ് വരും? ശരിയാണ്. എന്തായാലും അവന് കളിക്കാൻ പറ്റുന്നിടത്തോളം കളിക്കട്ടെ. നാളെ പിന്നെ കിൻഡർഗാർട്ടനിൽ പോയി ഇതാകുമ്പോൾ അവൻ വീട്ടിൽ ചെന്ന് ഉറങ്ങും. പക്ഷെ നമുക്ക് 12 മണിക്ക് അവനെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ലെറ്റ്സ് സീ എന്ത് ചെയ്യുമെന്നുള്ളത്. നമുക്ക് ഹൈഫൈ താ. ഓടിയാ ഹായ് ഹായ്. എല്ലാ ബർത്ത്ഡേക്ക് നിനക്ക് പ്ലേ ഏരിയ ആണല്ലോ ഇതിലോ. ഇവിടെ പൊക്കോ. ഹായ് കം ബാ. ഇത് കാല് നല്ല വേദന ഉണ്ട് കേട്ടോ. അത് കാല് ഒന്ന് കൊള്ളുമ്പോ. ഏതൊരു വരുന്നോ? What is this? മതി 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 മതി. വീടൊക്കെ എത്തി, പ്ലേ ഏരിയ എന്നൊക്കെ ഇറങ്ങി. സോ നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബേക്കിംഗ് ആണ്. ഇവിടെ എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഭയങ്കര അലമ്പായിരിക്കുകയാണ്. ഞാൻ എല്ലാ സാധനങ്ങളും വലിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലൊരു സ്പൈഡർമാൻ തീം കേക്കാണ്. അങ്ങനെ ആയി വരുമോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാം. ദെൻ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ആക്ച്വലി നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവൻ എന്തായാലും കിൻഡർഗാർട്ടനിൽ പോകണം. നിങ്ങൾ ലാസ്റ്റ് വ്ലോഗിൽ കണ്ടതുപോലെ ആ ഗുഡി ബാഗൊക്കെ ആയിട്ട് സാറ് രാവിലെ അങ്ങ് കിൻഡർഗാർട്ടനിൽ പോവും. ദെൻ ഞങ്ങൾ ഇവിടെ വീടൊക്കെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് അവൻ വരുമ്പോൾ അവനൊരു സർപ്രൈസ് ഡെക്കറേഷൻ, പിന്നെ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. നാളെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നു. പറ്റുന്ന പോലെ ഒരു കുട്ടി ഡെക്കറേഷൻ അവന് വേണ്ടി. ബിക്കോസ് അവന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇതേപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. അന്നൊന്നും അവന് ഓർമ്മയിരിക്കില്ല. ബട്ട് ഇപ്പോൾ അവന് കുറച്ചും കൂടെ ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി അത് ഭയങ്കര ഇഷ്ടമാണ് ഡെക്കറേഷനൊക്കെ. പക്ഷെ നാളെ ബലൂൺസൊക്കെ കൊണ്ട് നിറച്ച് ആക്ച്വലി അവൻ ഉറങ്ങി എണീക്കുമ്പോൾ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ബട്ട് ഉറങ്ങി എണീച്ചവൻ കിൻഡർഗാർട്ടനിൽ ചിലപ്പോൾ പിന്നെ പോകാൻ കൂട്ടാക്കുമല്ലോ. സോ ബെസ്റ്റ് ഞങ്ങൾക്ക് തോന്നി അവന് പറഞ്ഞു വിട്ട് ഒരു നോർമൽ ഡേ പോലെ ജസ്റ്റ് എല്ലാം നോർമൽ പോകുന്ന പോലെ ഫ്ലോയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത ആ ഒരു സർപ്രൈസ് പോലെ അവനത് കൊടുക്കാം. ദെൻ കേക്ക് കട്ട് ചെയ്യാം. പിന്നെ ഓഫ് കോഴ്സ് ബർത്ത്ഡേ അല്ലേ, അവന് ബിരിയാണി ഇഷ്ടമാണ് ഞങ്ങളെ പോലെ. സോ അവനൊരു കുട്ടി ബിരിയാണിയൊക്കെ വെച്ച് ഫസ്റ്റ് സ്വീറ്റ് കേക്ക് ഉണ്ടല്ലോ അതെല്ലാം കൂടെ കട്ട് ചെയ്ത് എല്ലാം കൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ വ്ളോഗ്, അവൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബേക്കിംഗ്. പെട്ടെന്ന് നമുക്ക് ഈ ബേക്കിംഗ് തീർക്കാം. How soft my cake is. സോ ബാക്കി നമുക്കിത് തണുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ഇതിരു എന്ന് പറയുമ്പോൾ ഇതിലൂടെ കേക്ക് റെഡിയാക്കി വെച്ചിരിക്കാം. ഓക്കെ, നമുക്ക് ഒരു കുട്ടി ഇതാണ് കട്ട് ചെയ്യിപ്പിക്കാം. അവൻ്റെ റിയാക്ഷൻ കാണാവേ. ബർത്ത്ഡേ ഇതിരു, birthday, happy birthday ഇതിരു, happy birthday ഇതിരു കുട്ടാ. Thank you. 2, 3 go. ഞാൻ നമ്മുടെ ബിരിയാണിയുടെ പണി സ്റ്റാർട്ട് ചെയ്തു. ഇതിൽപ്പെട്ട ഇപ്പോഴും ഉറക്കമുണ്ട്. അവനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നുള്ളൂ സ്കൂളിൽ വരാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ വറുത്തെടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ പണി കുറച്ചായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 7 മണി കഴിയുമ്പോൾ ഇതിൽ കുറച്ച് വിളിക്കണം. എന്നാലും പതുക്കെ ഒന്ന് ആടി ഒന്നിൻ്റെയൊക്കെ അവൻ എണീറ്റ് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാവും. ഇന്നത്തെ മെനു ബീഫ് ബിരിയാണിയാണ്. അത് ഞാൻ ഈ വെക്കുന്ന ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ്. സോ നമ്മൾ അതിനായി പിന്നെ അവന് ഇഷ്ടമുള്ളത് മന്തിയാണ്. നമ്മുടെ ഇദ്രുക്കുട്ടാ
എണീര്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ ഇദ്രുക്കുട്ട. ഏതോ ബ്രഷ് ചെയ്യാം. പോയി ഒന്ന് ഫ്രഷായി ഇത്രയുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കിൻഡർഗാർഡനിൽ പോകാൻ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. സോ അങ്ങനെ ഞാനും ഇദ്രുക്കുട്ടനും റെഡിയായി കിൻഡർഗാർഡനിലോട്ട് പോവാൻ. എവിടെയാണ് നമ്മുടെ ബർത്ത്ഡേ പോയി ഫുൾ ഒരു സ്പൈഡർമാൻ മയമാണ്. ആൻഡ് ഈവൻ ഞങ്ങൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള റെക്രിയേഷനും അതാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇവൻ ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ ഇവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് ശരിക്കും എൻ്റെ മനസ്സ് പറയുന്നത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ്. പിന്നെ അറിയില്ല, പിള്ളേർ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അവരുടെ ഇഷ്ടങ്ങളൊക്കെ. ബാക്കിൽ അവൻ എല്ലാ മാസവും ആദ്യം നമുക്ക് അവരുടെ ബ്ലാങ്കറ്റും പില്ലോയും കഴുകാൻ തരും. സോ അങ്ങനെ നമ്മുടെ ബ്ലാങ്കറ്റും പില്ലോയും കഴുകാൻ തന്നത് ഞങ്ങൾ വാഷൊക്കെ ചെയ്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള കിൻഡർഗാർഡനിൽ കൊടുക്കാനുള്ള ഗുഡി ബാഗ്സ് എടുത്ത് എനിക്ക് ആ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കണം. ദെൻ വി ആർ ഓൾ സെറ്റ്. ഇപ്പം തന്നെ 8:30 നമുക്കൊരു 8:40 ഇവിടെ നിന്ന് ഇറങ്ങി അവനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ വെച്ച ഗിഫ്റ്റൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കാം. സോ നമുക്ക് ഇവൻ്റെ ഗുഡി ബാഗ്സ് ഇതിൻ്റെ അകത്ത് പാക്ക് ചെയ്യാം. 30 ഗിഫ്റ്റൊക്കെ കൊടുക്കണേ ഫ്രണ്ട്സിന് കേട്ടോ. സന്തോഷം. ഇതും കൊണ്ട് ഇദ്രുവിനെയും കൊണ്ട് കിൻഡർഗാർഡനിൽ ഡ്രോപ്പ് ചെയ്യാം. ഇദ്രു സേ ബൈ. സോ നമുക്ക് നേരെ പോകും കിൻഡർഗാർഡനിൽ. അങ്ങനെ ഇതാ നമ്മളിതാ കിൻഡർഗാർഡൻ എത്തിയിരിക്കുകയാണ്. ഇതിന് പൊക്കോളാം. ബൈ. കിൻഡർഗാർഡൻ ഡ്രോപ്പ് ചെയ്തു. ഇനി പോയി ഉച്ചയ്ക്ക് നമുക്ക് സ്ഥിരം പിക്ക് ചെയ്യുന്ന പോലെ പിക്ക് ചെയ്യാം. ഹൗ ആർ യു ഫീലിംഗ് ഒക്കെ? 4 years. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അവന് ഇതിനെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടാണ് ഞാൻ നമ്മുടെ കുക്കർ ഓർന്ന് നോക്കുന്നത്. ആ ബ്രീഫിൻ്റെ കളർ നമുക്ക് ബാക്കി പരിപാടി 1 by 1 തീർക്കാം. ഈ ഒരു ഫ്രെയിമിലാണ് കുറച്ച് ബലൂൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്ലാൻ പോലെ നടന്നാൽ. സോ നമുക്ക് ഇനി സാധനങ്ങളൊക്കെ എടുത്ത് ബലൂൺസൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ സമയത്തിലേക്കാം ഒരു 10:30 ആയി. ഇന്ന് അവനെ സ്ഥിരം എടുക്കുന്ന ടൈമിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ എടുത്താൽ കൊള്ളാവുന്നുണ്ട്. ഒരു 2:33 ആ ടൈമൊക്കെ ആകുമ്പോൾ എടുക്കണം. സോ അതിനും മുന്നേ നമുക്ക് ഡെക്കറേഷൻ തീർക്കണം, ബിരിയാണി സെറ്റ് ചെയ്ത് തീർക്കണം, പ്ലസ് അവൻ്റെ കേക്കും. നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഇത്രയും ബലൂൺ സെറ്റാക്കി. ഇത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബലൂൺസ് എടുക്കാം. നമ്മുടെ ആക്ഷൻ ഹീറോസ് ക്യാപ്റ്റൻ അമേരിക്ക, അയൺമാൻ, സ്പൈഡർമാൻ. സോർട്ടഡ് എല്ലാം ഫിനിഷ്. നമുക്ക് ബാക്കി കേക്കും കുറച്ച് ബിരിയാണിയുടെ സെറ്റ് ബാലൻസ് ബാക്കിയുണ്ട്. ബിരിയാണിയുടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ദെൻ കേക്ക് അതോടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും. എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 11:30 അല്ലേ ആയുള്ളൂ. നമുക്കൊരു 12 അല്ല ഒരു 1:30 അവനെ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യും. ജസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചെന്നേ ഉള്ളൂ. ഇന്നലെ ഞാൻ നമ്മുടെ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കതിനി ലെയർ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. സോ നമ്മൾ 3 ലെയറാക്കി എടുത്തു. നമ്മൾ ഇന്നലെ വിപ്പ് ചെയ്ത് നമ്മൾ ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കുറച്ച് നെയ്യ് കാട്ടുണ്ടായി. സോ നമ്മുടെ ക്രം കോട്ട് ഞാനിവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ട് ഐ നോ പ്ലീസ് ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട്. ഭയങ്കര മെസ്സിയാണ്. നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് ഫൈനൽ കോട്ടിങ്ങും ഡിസൈനും ചെയ്തിട്ട് കഴുകാനുള്ള കുറേ പാത്രങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ബിരിയാണിയുടെ മസാല നമ്മൾ
ദം ചെയ്യാനുള്ള പരുവത്തിലൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി റൈസ് കൂടെ കുക്ക് ചെയ്താൽ പണി തീരും. റെഡ് ഫുഡ് കളർ മിക്സ് ചെയ്തപ്പോൾ പിങ്ക് ആയിപ്പോയി. ഒരു വൈറ്റിൽ മിക്സ് ചെയ്തപ്പോഴത്തേക്കും അതിനൊരു പിങ്ക് ഷെയ്ഡ്. സോ ഞാനിത് ഫ്ലോപ്പ് ചെയ്തിട്ട് നേരെ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേക്കിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ടൊന്ന് ഫ്ലോപ്പായെന്നൊക്കെ പറയാം. ആ റെഡ് കളർ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. ഇനി പോയി മേടിച്ച് വന്ന് കുക്ക് ചെയ്യാനുള്ള ടൈം എനിക്കില്ല. എനിക്കറിയില്ല കറക്റ്റ് റെഡ് കളർ ഏതായിരിക്കും എടുക്കേണ്ടതെന്ന്. ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടോ അതും ലൂസായി. സോ നമ്മൾ അതിനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് സിമ്പിൾ ജസ്റ്റ് നമ്മൾ ആ ഒരു കോട്ട് ചെയ്തതിന് പുറത്തുകൂടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് അതിനെ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അവന് വേണ്ടി കുറച്ച് പപ്പടവും ഫ്രൈ ചെയ്ത് ഇവിടെ പാത്രവും കിച്ചണൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ പരിപാടിയിലൂടെ നമുക്ക് പോവാം. ഇതൊക്കെ ഉണ്ടോ ആ ഒരു കളറ് റെഡിന് പകരം പിങ്ക് ആയിട്ടാണ് വന്നത്. സോ ഇറ്റ് ഹാപ്പൻസ്. സോ നമ്മളങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ബലൂണിങ്ങനെ തറ കിടക്കുന്നതാണ് തന്നെ രസമുണ്ട്. നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വേണം. ഓക്കെ, നമ്മൾ നമ്മുടെ സ്വിങ്ങിങ് ഇൻറ്റു 4 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ സമയം 2:11. എന്നിട്ട് വേണം കുറച്ച് ബലൂൺസ് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പുൾ ഡൗൺ ചെയ്യുന്നൊരു പരിപാടി, അതും കൂടെ സെറ്റ് ചെയ്യണം. ദെൻ കൈൻഡ് ഓഫ് ആ ഡെക്കറേഷൻ വിൽ ബി ഓവർ. അവൻ ഇതൊക്കെ വന്ന് കണ്ടിട്ട് അവൻ്റെ റിയാക്ഷൻ നമുക്ക് അപ്പോൾ കാണാം. സോ ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത ഡെക്കറേഷൻ. നമ്മൾ ഇവിടെ കുറച്ച് അയ്യോ ഹൽക്ക് വീണുപോയി, സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ വീണു. സോ നമ്മളിങ്ങനെ കുറച്ച് ഒരു കുട്ടി ഡെക്കറേഷൻ ഇവിടെ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബലൂൺസ് ഇവിടെ സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇത് മറ്റേ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനകത്തിട്ട് നമുക്കിങ്ങനെ അവനെ കൊണ്ട് വലിപ്പിക്കാം. സോ ലെറ്റ്സ് സീ ഇത് വർക്ക് ആവില്ലേ നീ പ്ലാൻ. ആ സംഭവം അതിൻ്റെ അകത്തുള്ളത് ഞാൻ ഇട്ടില്ല. അവനെ കൊണ്ട് നമ്മൾ ഈ ഒരു റിബൺ ഇങ്ങനെ 1 2 3 ഗോ എന്ന് പറയുമ്പോൾ അത് ഫുള്ള് ഇങ്ങനെ വന്ന് അവൻ്റെ മുഖത്തോട് വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് സീ. ഓക്കെ, ഞാനിവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തതങ്ങ് വെച്ച്. സോ ഇതാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇദ്രുവിന് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം, റോളർ സ്കേറ്റ്സ്. എന്നിട്ട് അവനെ ഒന്ന് സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് പഠിപ്പിക്കണം. ഇത് നമുക്ക് ഈ ഒരു കവറിലിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അവിടെ. മറ്റേ ബബിൾ ഗൺ ഇങ്ങനെ കുറച്ച് ബബിൾസ് അവന് വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ എല്ലാം പ്ലാൻ പോലെ നടന്നാൽ മതിയായിരുന്നു. സോ നമ്മുടെ ഡെക്കറേഷനൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുട്ടി ഡെക്കറേഷൻ ഞങ്ങൾ അവന് വേണ്ടി ചെയ്തു. ഞാനിപ്പോൾ അവനിതാ കിൻഡർഗാർട്ടൻ എടുക്കാൻ പോവാണ്. 3:30 സോ നമുക്ക് അവനെ എടുത്തുകൊണ്ട് വന്ന് ഒരു കുട്ടി കേക്ക് കട്ടിങ് കഴിഞ്ഞ് ബിരിയാണി കഴിച്ച് ദെൻ നമ്മുടെ പാർട്ടിയുണ്ട്. അതിൻ്റെ വിശേഷത്തിൽ നമുക്ക് വ്ളോഗിന് മുന്നോട്ട് അതെ. How was your day? വാ നമ്മുടെ വീട്ടിലത്തെ സർപ്രൈസ് ഇനിയും ബാക്കിയുണ്ട്. Are you excited for surprise? Yes. Okay, come let's go. Idra close your eyes na. Can I try? Okay, you can try. ഇത് വലിക്ക്. Come. Go. Look. You like? You like it? Happy birthday, Drupita! Thank you, Emma. Oh. Spider-Man, get the maker. Spider-Man, I like Captain America. നമുക്ക് നമ്മുടെ കേക്ക് കട്ടിങ് നടത്താം. വെച്ച് Party. ബേബി കേക്ക് വേണം വിചാരിച്ച് അത്ര സൂപ്പർ ആയില്ല. ബട്ട് ഡാഡി കുടിയോ. ഓ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇദ്രു. ഹാപ്പി ബർത്ത്ഡേ. Is it good? Thank you. This is a gift from Bapachi and Ummachi. Do you like it? Yes. നമ്മുടെ കുട്ടി കേക്ക് കട്ടിങ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ ഇതാ നല്ല ചൂട് ബിരിയാണി കഴിക്കാൻ പോവാണ്. കം ഇത് ലെറ്റ്സ് ഹാവ് ബിരിയാണി. ബീഫ് ബിരിയാണിയാണ് ഇതിൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് വെച്ചത്. കൊള്ളാവോ?
ബിരിയാണി യമ്മിയാന ഇതിരു അവിടെ അവന്റെ ഗിഫ്റ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ കേക്ക്. Are you excited, ഇതിരു? Yes, I competition of steam ramen. And പോയി നമ്മുടെ ഇതിരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ പാർട്ട് പോയി കണ്ടിട്ട് വാ. ഹായ് ഇദ്രു. hi, Mama. നമ്മൾ എവിടെയാ പോകുന്നത്? ഇദ്രുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അല്ലേ? സോ നമ്മള് ഇദ്രുക്കുട്ടൻ എന്താ റെഡിയായി അവന്റെ ഫ്രണ്ട്സും ആയിട്ടുള്ള പാർട്ടിക്ക് പോകാൻ വേണ്ടി ഞാനും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ നമുക്ക് കുട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള പാർട്ടി. അപ്പം ഞങ്ങൾ വെന്യൂവിൽ കുറച്ചുകൂടെ നേരത്തെ പോകണം. 1-2 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. സോ നമ്മളങ്ങനെ ബസ്സിൽ കയറി നേരെ നമ്മുടെ പ്ലിറ്റ്സ് സ്ഥിരം സ്റ്റോപ്പ്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണ്. സോ നമ്മൾ സ്റ്റോപ്പിൽ വന്നിറങ്ങി നേരെ ഇനി നമ്മൾ പ്ലേരി പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലിഡിൽ കൂടെ കയറിയിട്ട് നമ്മുടെ കേക്ക് മേടിച്ചിട്ട് പ്ലേരി പോകും. നമ്മളിപ്പോൾ നമ്മുടെ കേക്ക് മേടിക്കാൻ വന്നിരിക്കുകയാണ്. ആൻഡ് ഞാൻ നോക്കിയപ്പോൾ ദോ ഇരിപ്പുണ്ട് നമ്മുടെ കേക്ക് അവിടെ. കേക്ക് താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ കേക്ക് കൊള്ളാമോ? യു ലൈക്ക് ഇറ്റ്? ഇതിലൊരു പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഓടാം. Thank you so much. Davizenia. Bye. തുറന്നു. ഇതാണ് നമ്മുടെ ഇദ്രുവിൻ്റെ കേക്ക് കട്ടിങ് നടക്കാൻ പോകുന്ന റൂം. നമ്മുടെ പ്ലേ ഏരിയയിൽ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ചിപ്സ്, സ്നാക്സ്, പിന്നെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ഗുഡീസ്, കേക്കൊക്കെ ഇപ്പോൾ വയ്ക്കും. ആൻഡ് ദിസ് ഈസ് ഓൾ. അകത്ത് കുട്ടികൾക്ക് ടേബിൾ സെറ്റ് ചെയ്തുപോലെ തന്നെ പുറത്ത് പാരൻസിനായിട്ട് ഈ കാണുന്നൊരു ടേബിൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പതിയെ നമ്മുടെ കുട്ടി പട്ടാളംസ് ഒക്കെ വന്നു തുടങ്ങി. അവൻ്റെ ഓരോ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവൻ എന്തോരം ഹാപ്പി ആയിരുന്നു അറിയോ. ഏറ്റവും ഫണി പാർട്ട് ഇതിൽ അവൻ ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല ഇത് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഹീ തിങ്സ് അവനിവിടെ കളിക്കാൻ വന്നിരിക്കുകയാണ്. അവൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഗ്യാങ് എത്തിയതിന് ശേഷം നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങിനായിട്ട് ആദ്യം റൂമിലോട്ട് പോയി. കാരണം ഈ പിള്ളേർ കളിക്കാൻ പോയാൽ ഡെഫിനറ്റ്ലി അവരെ ഓരോരുത്തരെ കൊണ്ടുവന്ന് കേക്ക് കട്ടിങ് വേണ്ടി റൂമിന് ഇരുത്തുന്നതെന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ആൻഡ് ഇവിടെ ജസ്റ്റ് നമുക്ക് ക്യാൻഡിൽ മാത്രമേ ബ്ലോ ചെയ്യാൻ പറ്റൂ. കട്ടിങ്ങും സെർവിങ്ങും ഒക്കെ ഫുൾ നമ്മുടെ അവിടെ ഒരു ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തത്. ഇദ്രുക്കുട്ടന് ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അവൻ്റെ ഈ 4 ഇയേഴ്സിൽ അവൻ ഒരിക്കലും ഇത്രയും ആൾക്കാരുടെ കൂടെ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല. ഈവൻ നാട്ടിൽ പോലും അവൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. സോ ദിസ് വാസ് എ വെരി സ്പെഷ്യൽ ബർത്ത്ഡേ ഫോർ us. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അങ്കിൾമാരും ആൻറ്റിമാരും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഞങ്ങൾ അവൻ്റെ ഈ ബർത്ത്ഡേ അടിച്ചു. നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. പാരൻസൊക്കെ അവിടെ നിന്ന് കേക്ക് കഴിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ ഇവിടെ കുറച്ച് കോഫീസിന് ഓർഡർ കൊടുത്തു. ഇതിരു ഇഷ്ടപ്പെട്ട ബർത്ത്ഡേ കഴിഞ്ഞു. പിള്ളേരുടെ ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരുടെ ഗിഫ്റ്റ്സ് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഒരു കുട്ടി സെലിബ്രേഷൻ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും കേക്ക് കട്ടിങ് ആദ്യം ചെയ്തത് ഞങ്ങളുടെ വളരെ മികച്ച തീരുമാനമായിരുന്നു. കാരണം ഈ പിള്ളേരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ സ്പോട്ടിൽ പോയി എല്ലാവരും കളിക്കാനും ഹൈഡ് ആൻഡ് സീക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് നോക്കിയിരുന്ന് നമ്മളുടെ ആ ഒരു അലോട്ടഡ് 2.5 hours അവിടെ തന്നെ അങ്ങ് കണ്ണടിച്ച് വന്നപ്പോൾ തീർന്നു. അപ്പോഴത്തേക്കും ഇതിനെ വീട്ടിൽ പോകാൻ വിളിച്ചപ്പോൾ അവൻ അങ്ങ് ഭയങ്കര സങ്കടമായി പോയി. കൂട്ടത്തിൽ നമ്മൾ അവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഗുഡി ബാഗ്സ്. അവനെ കൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് നമ്മൾ കൊടുപ്പിച്ചു. ആൻഡ് എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതിന്റെ ഗിഫ്റ്റും കൊണ്ട് നമ്മളിവിടെ ലിഫ്റ്റ് സ്റ്റക്കാണ്. ഓപ്പൺ യുവർ ഗിഫ്റ്റ്സ്. Yes. ഓക്കെ ഇതിന്റെ ആന്റിമാരും അങ്കിൾമാരും കൊടുത്ത ഗിഫ്റ്റാണ്. അങ്ങനെ നമ്മൾ ഇതിന്റെ 4th ബർത്ത്ഡേ ഇവിടെ ഒഫീഷ്യലി അടിച്ചു പൊളിച്ച് തീർത്തിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഈ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇദ്രു once again happy birthday ഇദ്രു. Thank you, Mama. സോ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. മെമ്മറി ആയിട്ട് ഞങ്ങളുടെ ചാനൽ ഇത് എപ്പോഴും വേണം. എല്ലാ ബർത്ത്ഡേസും ഇതുപോലെ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.